വെങ്കടപ്രഭു ഇത് തേച്ച് ഒട്ടിച്ചാണ്. മങ്കാത്ത അയാൾക്ക് നല്ലവണ്ണം എടുക്കാൻ അറിയാം. കാര്യം എന്താണെന്നറിയാം, അയാളെ തല ഫാൻസ് ആയതുകൊണ്ട്. നോ ദർ ഇസ് നോ നെഗറ്റീവ്. കാരണം എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചെടുത്തിരിക്കുന്നു. പിന്നെ ഒന്നുമില്ല, അതിനകത്ത് എന്താ എടുത്തത് അവർക്ക് പോലും അറിഞ്ഞു. മ്യൂസിക് BGM പോരാ. റിവ്യൂസ് അറിഞ്ഞ് ഞാൻ ഇത് കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ട്. വലിയ പ്രളയമൊന്നുമില്ല. നല്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇറ്റ് വാസ് ഗുഡ് മൂവി. വൺ ടൈം വാച്ച്. യങ് വിജയ് സൂപ്പറായിരുന്നു. പടം നല്ല പടം, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, നല്ല ആക്ടിങ്. നല്ല പടം. അത് നല്ല ടെക്നോളജിയിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. പിന്നെ AI ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗുഡ് മൂവി. കാരണം അങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഫാൻസിന് വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റ്, ദാറ്റ്സ് ഓൾ. വലിയതല്ല. നമ്മൾ സിനിമയെ പറ്റി വല്ലതൊക്കെ ഇതൊക്കെ നോക്കാൻ പോയാൽ നടക്കത്തില്ല. ജസ്റ്റ് എൻജോയ് ചെയ്യുക. നോ ദർ ഇസ് നോ നെഗറ്റീവ്. കാരണം എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചെടുത്തിരിക്കുന്നു. പിന്നെ ആ രീതിയിൽ ഒരു വിജയ് ഫിലിം കാണുന്ന ഒരു ഫീലിൽ പോയാൽ മതി. പ്രമാദமான പടം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കാര്യമൊന്നുമില്ല. നല്ല പടം, നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റില്ല. എവറേജ് ഫിലിമാണ്, അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ട്. ബാക്കിയെല്ലാം ചില സീനൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ചില സീനൊക്കെ ഇഷ്ടപ്പെടും. ഒരു ആവറേജ് കുറച്ചുകൂടെ നല്ലപോലെ എടുക്കാമായിരുന്നു. അല്ല, റിവ്യൂസ് അറിഞ്ഞ് ഞാൻ ഇത് കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ട്. ബാക്കി കുറേ കാര്യങ്ങളൊന്നും ചിലതൊക്കെ ഇഷ്ടപ്പെട്ട് ചിലതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ്. മ്യൂസിക് ചിലതൊക്കെ മോശം, 2-3 പാട്ടൊക്കെ. ബാക്കി BGM ഒക്കെ കൊള്ളാം, എല്ലാം ഓക്കെയാണ്. ഒരു ആവറേജ് ഫിലിം, 10-ൽ 5 കൊടുക്കാം. ഫൈറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ്സ്, അതുപോലെ ഡാൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയൊരു എക്സ്പെക്റ്റേഷൻ വേണ്ട, എന്നാലും അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാം. ഒരു 1 ടൈം വാച്ച്. മ്യൂസിക് BGM പോരാ. അയ്യോ, അങ്ങനെ ഞാൻ കണ്ടു. ഫാൻ ഷോ ഞാൻ പോയി കണ്ടതാണ്. പക്ഷേ എനിക്ക് അത്ര ഡീഗ്രേഡിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അത് കാണുന്ന ഒരാൾക്ക് എന്തോന്നും കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. വലിയ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വന്ന് കാണാം, ഫാമിലിയായിട്ട് കണ്ടിട്ട് അത്രേ ഉള്ളൂ. പടം ജസ്റ്റ് ഓക്കെയാണ് ബ്രോ, കണ്ടുകൊണ്ടിരിക്കാം. എന്താ ഓവർ ഹൈപ്പ് ഇല്ലാതെ വന്ന് കണ്ടാൽ ജസ്റ്റ് ഓക്കെയാണ്. പിന്നെ ഫൈറ്റ് സീനൊക്കെ കുഴപ്പമില്ല, ജസ്റ്റ് ഇല്ല, ഓക്കെയാണ്. ലാഗ് അത്യാവശ്യം കുഴപ്പമില്ല, ജസ്റ്റ് ഹൈപ്പൊന്നും ഇല്ലാതെ നമ്മളൊന്നും ഇരുന്ന് കണ്ടാൽ മതി. വല്ല കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഓവർ ഹൈപ്പ് നമ്മൾ റിവ്യൂ അധികം നോക്കിയില്ല, അങ്ങനെ ഹൈപ്പും കൊടുത്തില്ല, അധികം നോക്കുകയും ചെയ്തില്ല, അല്ലാതെ ഒന്നാണ്. 3 ക്യാരക്ടറുകളുണ്ട്, കണ്ടിരിക്കാം. പടം നല്ല പടം, എല്ലാവരും കാണാൻ പറ്റുന്നൊരു കട. വെങ്കട് പ്രഭുവും ശരി, വിജയ് സാറും ശരി, നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടം. ഇല്ല അങ്ങനെയൊന്നുമില്ല. പാട്ടും ശരി, എല്ലാം ശരി, എല്ലാം നല്ല. അങ്ങനെയൊന്നും പറയില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് പറയാൻ പറ്റൂല. പിന്നെ വിജയര ആക്ടിങ് കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊള്ളില്ലെന്ന് പറയാൻ പറ്റൂല. കൊള്ളാം, വിജയര ആക്ടിങ് കൊള്ളാം. പക്ഷേ സ്റ്റോറി കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോറി കൊള്ളാമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഡയറക്ഷൻ, വെങ്കടപ്രഭു എന്ന് പറഞ്ഞ ഡയറക്ഷൻ, വെങ്കടപ്രഭു അങ്ങേര് നല്ല ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത് കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യാരിയായിട്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് പറയുന്നു. പക്ഷേ മങ്കാത്ത സിനിമയൊക്കെ അയാൾ നല്ലവണ്ണം എടുത്തതാണ്. പക്ഷേ വിജയ് അണ്ണനെ ഇതിൽ നല്ല രീതിയിൽ തേച്ച് ഒട്ടിച്ചാണ്. വിജയ് അണ്ണൻ്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. പക്ഷേ വളരെ മോശമാണ്. അത് അങ്ങേര് തേച്ചതാണ്. കാര്യം ഇതിൽ അവസാനം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വെറും ആരെയും വിജയണ്ണൻ്റെ പടങ്ങളൊക്കെ നമ്മൾ നല്ല പടങ്ങളായിട്ടാണ് കാണുന്നത്. പക്ഷേ വെങ്കടപ്രഭു ഇത് തേച്ച് ഒട്ടിച്ചാണ്. മങ്കാത്ത അയാൾക്ക് നല്ലവണ്ണം എടുക്കാൻ അറിയാം. കാര്യം എന്താണെന്നറിയാം, അയാളെ തല ഫാൻസ് ആയതുകൊണ്ട്, അജിത്തിൻ്റെ ഫാൻസ് ആയതുകൊണ്ട്. ഇത് വിജയണ്ണനെ തേച്ച് വിജയണ്ണൻ വീണുപോയതാണ്, ഉള്ള കാര്യം പറയില്ല. പക്ഷെ പടം വീണ്ടും ഞാൻ പറയണ പടം കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ആവറേജ് മൂവി എന്ന് മാത്രമല്ല. വിജയ് ഒരു ഫാൻസ് എന്നുള്ള നിലയ്ക്ക് കൊള്ളത്തില്ല. ഇല്ല, സെക്കൻഡ് ഹാഫ് മാത്രം ശകലം ഒന്നുമില്ല അതിനകത്ത് എന്താ എടുത്തത് അവർക്ക് പോലും അറിഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തൊക്കെയോ കുറേ സീനുകളെടുത്ത് ഒരുമിച്ച് പടമായിട്ട് അങ്ങ് വെച്ചിരിക്കും. അല്ലാതെ പിന്നെ
വിജയ് ഉണ്ടായതുകൊണ്ട് കണ്ടോണ്ടിരിക്കുക അത്ര തന്നെ. അല്ലാണ്ട് എല്ലാവരും മങ്കാത്ത ലെവലൊക്കെ പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ടായിരിക്കും ഇനി. ഒന്നുമില്ല, അതിനകത്ത് ഒന്നുമില്ല. മങ്കാത്ത പോയിട്ട്